വിഷു കഴിഞ്ഞു ഇപ്പോൾ ഈ മാസം തന്നെ കഴിയാനായി. അപ്പോഴാണ് എനിക്ക് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. നാട്ടിൽ വന്നാൽ പിന്നെ അറിയാമല്ലോ, നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. ആ ദിവസം നോക്കലും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലൊന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. രാവിലെ തന്നെ ഇതാ വിഷുവിൻ്റെ അന്ന് എഴുന്നേറ്റ് കൈനീട്ടൊക്കെ വാങ്ങി കണിയൊക്കെ കണ്ടു. എന്നിട്ട് ഇതാ അടുത്ത വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. രാവിലെ അവിടെ പോയി അവിടുത്തെ കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ അവന് ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. അവന് ആദ്യത്തെ കുറച്ച് സമയത്ത് പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പടക്കം പൊട്ടിക്കാനും അതുപോലെ തന്നെ ഈ കത്തുന്നത് കാണാനൊക്കെ അവന് ഭയങ്കര ആവശ്യമായിരുന്നു. അതിനുശേഷം ആ ദിവസം ഉറക്കിയിട്ട് കൂട്ടാനും വന്നില്ല. ഞാനും ഏട്ടനെല്ലാം കൂടെ അമ്പലത്തിൽ പോയി. അപ്പോൾ ഈ ഒരു റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് ഏതാ അമ്പലം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ മയില് വേളം മഹാഗണപതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം കുറേ സമയം റെസ്റ്റ് എടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.